മക്കൾ പെരയിലുണ്ടായിട്ടുണ്ടല്ലോ, സ്കൂൾ ലീവാണെന്നുണ്ടെങ്കിൽ ഒരു ചെവിക്കൊരു സ്വൈര്യം തരില്ല കേട്ടോ. എന്തേലും ഉണ്ടാക്കി വിശക്കണ പറഞ്ഞിട്ട് 2 മണിക്കൂറും കൂടി ആയിട്ടുണ്ടാവില്ല കേട്ടോ. ഒരു മണിക്കൂർ തികഞ്ഞിട്ടുണ്ടാവില്ല ചോറ് ചായയൊക്കെ തിന്നിട്ട്. അപ്പത്തിന് വിശക്കണോന്ന് പറഞ്ഞിട്ട് പാഞ്ഞു വരും കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നോ കുറേ ദിവസമായി പിന്നെ പഴം കൊടുന്ന് വെച്ചിട്ട് അപ്പം അതുണ്ടല്ലോ എന്ന് അപ്പോഴായിട്ട് ഓർമ്മ വന്ന്. കുറേ ആലോചിച്ച് എന്താ ഉണ്ടാക്കുക. അപ്പോഴാണ് ആ പഴത്തിൻ്റെ ഓർമ്മ വന്നത് കേട്ടോ. അപ്പം നോക്കുമ്പോൾ എടുത്ത് നോക്കുമ്പോണ്ട് ആകെ ഈച്ചയൊക്കെ പാറി നല്ല പഴുത്ത് ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ചെറുപഴം ഉണ്ട്, എന്നാൽ ചെറുപഴം അത് മറ്റേതിൽ നല്ല പഴം നോക്കിയെടുത്തിട്ട് നമുക്ക് പിന്നെ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടോ. എന്നിട്ട് വേഗം ആദ്യം തന്നെ മാവ് കുഴച്ച് വെച്ചു. പിന്നെ നമുക്ക് ഇരുമ്പിൻ്റെ ചട്ടി വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും ചായ നമുക്ക് കടിയാകുമ്പോഴത്തേക്കും ചായ റെഡി ആവണമല്ലോ, ചൂടാറി കിട്ടണമല്ലോ കുട്ടികൾക്ക്. അവർക്ക് അതാ ഒപ്പരം നിൽക്കാൻ കേട്ടോ നോക്കിക്കൊണ്ട്. അപ്പോൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് അവർ പോയി കഴിക്കുന്നുണ്ട്. അപ്പോൾ കടിയാകുമ്പോഴത്തേക്കും ചായ ചൂടാറട്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ ചായ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പഴം അതിലേക്ക് മുക്കിയിട്ട് ഇത് അതേപോലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറുപഴം കൊണ്ട് നമുക്ക് പിന്നെ പഴംപൊരി ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചെറുപഴം നമുക്ക് അവിടെ എൻ്റെ വീട്ടിലുണ്ടായതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ പഴം നന്നായിട്ട് പഴുത്ത് പോയിരുന്നു കേട്ടോ. ചിലത് നാശമായി 3 ഉണ്ടായിരുന്നെങ്കിലും നാശമായി പോയിരുന്നു കേട്ടോ. 2 നാശമായി പോയിരുന്നു. അപ്പോൾ 1 കിട്ടിയിട്ടുള്ളൂ. ബാക്കി നമ്മൾ ചെറുപഴമായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ കുട്ടികളെ പറ്റിക്കുകയും ചെയ്യുക, അവരെ പഴവും ചിലവാകും, അവരെ പറ്റിക്കലുമായി അവരെ തീറ്റിക്കലുമായി എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അവരവിടെ കാവൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അതാവുന്നത് നോക്കിയിട്ട് അപ്പോൾ ചായക്ക് ഒരുവിധം ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കിയത് ഓരോരുത്തരും എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഫസ്റ്റത്തെ ട്രിപ്പ് അങ്ങനെ ഇടുന്നേ ഉള്ളൂ. അപ്പോൾ അവർക്കൊരു ദിവസം സ്കൂളിൽ ഒക്കെ ലീവാണെങ്കിൽ ഇത് തന്നെ ആയിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ വേണം അവർക്ക്. അപ്പം ഞാൻ അപ്പോഴാണ് ഓരോന്ന് ഐഡിയകളൊക്കെ ഉണ്ടാക്കിയെടുക്കാറ്. പിന്നെ നമുക്കും കഴിക്കും ചെയ്യാമല്ലോ. പിന്നെ നല്ല മഴയാണ് പുറത്ത്, അതുകൊണ്ട് തന്നെ അവർക്ക് കളിക്കാനൊന്നും പോകാനും പറ്റില്ല. അപ്പോൾ കുറച്ച് നേരം ടി വി കാണും, പിന്നെ ഇങ്ങനെ തല്ലൂട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പിന്നെ വിശക്കണമെന്ന് പറഞ്ഞിട്ട് ഓടി വരും. പിന്നെ എന്തെങ്കിലുമൊക്കെ എഴുതുകയോ വായിക്കുകയൊക്കെ ചെയ്യും. പിന്നെ വിശക്കണമെന്ന് പറഞ്ഞിട്ട് ഓടി വരും. അപ്പോൾ ഒക്കെ കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കും കേട്ടോ ഞാൻ. ഇന്നിപ്പോൾ പഴംപൊരി ഉണ്ടാക്കി. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കുന്നതും അട ഉണ്ടാക്കുന്നതൊക്കെ വീഡിയോസ് ഞാനതിൽ ഷെയർ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടു വെക്കാം. പിന്നെ നമ്മളെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്തേക്കും കേട്ടോ. അപ്പോൾ ബെല്ലൈക്കണും കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും എന്താ പറയുക ലിങ്ക് നിങ്ങളെ ഇതിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് യൂട്യൂബിൻ്റെ അത് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളെ ഫോണിലേക്ക് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ ചപ്പാത്തി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മാവാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളിതിൽ ബൂരിയാക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. കുറച്ച് നേരം തണുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പഴംപൊരി ഏകദേശം ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പറഞ്ഞിട്ട് 3 ആളും ചുറ്റും നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളും ഇങ്ങനെയൊക്കെ ആണല്ലോ അല്ലേ, ചെറുപ്പത്തിലൊക്കെ നമ്മളും ഇങ്ങനെയൊക്കെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും കുട്ടികളും ഇങ്ങനെ. പക്ഷേ അവർക്ക് കിട്ടാത്തതിൻ്റെ കുറവൊന്നുമല്ല കേട്ടോ. അങ്ങനെ ഭയങ്കര ഒരു കൊതിയാണ് അവർക്ക്. എന്ത് കിട്ടിയാലും വേഗം ചൂടോടെ തിന്നണം, അങ്ങനെ ഒരു ഇതാണ്. നമ്മൾ എന്ത് കടി ഉണ്ടാക്കാനാലും ചൂടോടെ അവർ കഴിക്കുള്ളൂ കേട്ടോ. ചൂടാറി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആവശ്യം ഉണ്ടാവില്ല. അത് നമ്മളങ്ങനെ ചൂടുള്ളത് കൊടുത്ത് അങ്ങനെ ശീലമായതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയാണ് അവർ. അപ്പോൾ എടാ ഒരു പേപ്പർ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നോട്ട് ബുക്കിൻ്റെ നല്ല പുതിയ നോട്ടിൻ്റെ 2 പേജ് കീറിയിട്ട് വന്നിട്ടുണ്ടോ. അപ്പം ഞാനതിനിങ്ങനെ ചീത്ത പറഞ്ഞും കൊണ്ട് അത് കോരിയെടുക്കുകയാണ് കടി വെക്കാൻ. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. പഴംപൊരി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങില്ലേ, ആ ഒരു ടേസ്റ്റും ആ ഒരു എന്താ പറയുക ക്രിസ്പിനെസ്സൊക്കെ വന്നിട്ടുണ്ട്.
അപ്പം ഞാൻ എന്തൊക്കെയാണ് കൂട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ കടലമാവും മൈദമാവും പിന്നെ അങ്ങനത്തെ കൂട്ടിയിട്ടുള്ള പിന്നെ ഇത്തിരി അപ്പസോഡയും കൂടി ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഇത്തിരി മധുരത്തിന് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. മാവിൽ ലേശം പിന്നെ ഉപ്പും മധുരമൊക്കെ പിടിച്ചോട്ടെ എന്ന് വെച്ചിട്ട് അതും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ കുട്ടികൾ ഉള്ളിലത്തെ പഴം മാത്രം കഴിക്കും കേട്ടോ, മാവ് കഴിക്കില്ല. അപ്പോൾ അതിൽ കുറച്ച് മധുരം കൂടി ഇടുകയാണെങ്കിൽ അവർ മാവും കൂടി കഴിക്കുമല്ലോ എന്ന് വെച്ചിട്ട് അതിൽ ഇത്തിരി മധുരവും ഉപ്പും കൂടി ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ കലക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. റെസ്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ നന്നായിട്ട് ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അങ്ങനത്തെ പൊന്തി കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മുടെ ചോറുണ്ടാവില്ലേ, പഴയ ചോറുണ്ടെങ്കിൽ നമുക്ക് അരച്ചിട്ട് ഇതിൽ കൂട്ടി കൊടുക്കാം കേട്ടോ. എന്നാൽ നന്നായിട്ട് പൊന്തി വരും. നമ്മൾ ചോറ് അരച്ച് നമ്മൾ ഇതേപോലെ പക്കവടയോ അതേമാതിരി ഈ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചോറ് നന്നായിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ഈ മാവ് കുഴയ്ക്കുന്ന സമയത്ത് വെള്ളം കൂടി പോയിട്ട് വെള്ളം കൂടി നമ്മൾ എണ്ണ കുടിക്കും, ഈ കടികളൊക്കെ എണ്ണ കുടിക്കും. അപ്പോൾ എണ്ണ കുടിക്കാത്ത രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഹോട്ടലിലൊക്കെ ഏകദേശമൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കാറ് കേട്ടോ. പിന്നെ നമ്മുടെ ദോശമാവും നമുക്ക് ഇതേപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാനിതാ ചെറുപഴം നമുക്കില്ലേ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചീത്തയായിപ്പോൾ ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ ചീത്തയായിപ്പോൾ ഒന്ന് പേടിയുള്ളവർ ഈ ഒരു ഇതേപോലെ ട്രിക്ക് ചെയ്താൽ മതി കേട്ടോ. എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെയാണ് ഇത് ചെയ്യാറ്. പിന്നെ തോലോട് കൂടി നമ്മൾ ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആ പഴം കേട് വരാണ്ട് നമുക്ക് എത്ര ദിവസം വേണേലും കിട്ടും കേട്ടോ. നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകുമല്ലോ. ഇത് ചീത്തയാവുമൊന്നുമില്ല, നന്നായിട്ട് ഫ്രഷായി കിട്ടും കേട്ടോ നമുക്ക്.